ഹലോ ഗായ്സ്, വെൽക്കം ടു ബബ്ബ എൻ്റർടൈൻമെൻറ്റ്സ്. നമ്മൾ സിനിമ റിവ്യൂ ആണ് ചാനലാണത്. അപ്പോൾ നമ്മളിന്ന് വിലായത്ത് ബുദ്ധ കണ്ടു, പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ കണ്ടു. കവിത തിയേറ്ററിൽ പോയി കണ്ടു. ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ. പിന്നെ ആരൊക്കെയാ? ഷമ്മിത്തിലേനുണ്ട്, പൃഥ്വിരാജുണ്ട്, പ്രിയമത കൃഷ്ണനുണ്ട്. അവരൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. ഡയറക്ടറിൻ്റെ ആദ്യത്തെ സിനിമയാണിത്, ഡെബ്യൂട്ടാണിത്. അതിൻ്റേതായ നല്ല പോരായ്മകളുണ്ട്. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ തോന്നി ഞങ്ങൾക്ക്. സാധാരണ പല സ്ഥലത്തും തോന്നി അങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല, ആദ്യത്തെ പടമല്ലേ. അപ്പോൾ പടം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, പടം ഒരു ആവറേജ് പടമായിട്ട് തോന്നിയുള്ളൂ ഞങ്ങൾക്ക്. എനിക്ക് ബിലോ ആവറേജ്. എനിക്കൊരു ആവറേജ്, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായിട്ട് ഭയങ്കര ഡൗണായി ഇങ്ങനെ പോണ പടമായിരുന്നു. പൃഥ്വിരാജ് വരുന്നത് 3/2 മണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ട് പൃഥ്വിരാജിൻ്റെ എൻട്രി. അപ്പം ഞങ്ങൾ കൊതിച്ചിരിക്കുക പൃഥ്വിരാജ് ഇങ്ങനെ വരാൻ വേണ്ടി. ഞങ്ങൾ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ച് കൈ ഇരിക്കുക. പക്ഷേ പൃഥ്വിരാജിൻ്റെ എൻട്രിയൊക്കെ ഭയങ്കര ചുമ്മാ നോർമൽ, ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. ചുമ്മാ ഇൻട്രോ ഒന്നും പറയല്ല, ചുമ്മാ ഡയറക്റ്റായിട്ട് പൃഥ്വിരാജിനെ കാണിക്കുന്നത്. അതിലും നല്ലത് അത് കഴിഞ്ഞിട്ടൊരു സീൻ വന്നു. ഒരാളുടെ വീട്ടിൽ ചന്ദനമരം മുറിക്കാൻ വേണ്ടി പോണ സീൻ. അവിടെ അത് ഇൻട്രോ ആണെങ്കിൽ പൊളിയായിരുന്നു. അതായിരുന്നു ഇൻട്രോ ആക്കേണ്ടിയിരുന്നത്. അപ്പം നമ്മളെല്ലാവരും നോക്കി നിൽക്കുക എന്നെ പൃഥ്വിരാജ് വരാൻ വേണ്ടി. അപ്പം അതായിരുന്നു ഇൻട്രോ എങ്കിൽ പൊളിയായേനെ. പിന്നെ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം പോകുന്നു. കുഴപ്പമില്ല. പാട്ടൊക്കെ ചുമ്മാ ശോകം പാട്ടാണ്, വലിയതൊന്നും തോന്നിയില്ല. സ്കോറും ജേക്സ് ബുജയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അധികം തോന്നിയില്ല. ജേക്സ് ബുജയുടെ പോലെ ഒരു സിഗ്നേച്ചർ ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു നോർമലായിട്ട് ഇപ്പോൾ നമുക്ക് OTT നമ്മൾ സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ തിയേറ്ററിൽ പോകുന്നത്. അല്ലാണ്ട് നമുക്ക് നോർമൽ അധികം തിയേറ്ററിൽ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തോന്നിയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വേറെ ആൾക്കാർ നിറച്ചുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് കുറച്ചെങ്കിലും വായ്പ പഠിക്കാൻ പറ്റി. അല്ലാണ്ട് ഞങ്ങളിവിടെ ഇവിടുന്ന് തിയേറ്ററിൽ നിന്ന് ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങൾ അതുകൊണ്ട് എറണാകുളം പോയി കണ്ടത്. ഇവിടുത്തെ വല്ലതും പോയി കണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഉറങ്ങിയേനെ. അങ്ങനെ 3 മണിക്കൂർ എന്താവശ്യം 3 മണിക്കൂർ 2 ട്രിം ചെയ്ത് 2 ഒതുക്കാം പടം, അത്രേ ഉള്ളൂ. വലിച്ചു നീട്ടി പല സ്ഥലത്ത് ഞങ്ങൾ തന്നെ പറഞ്ഞു അങ്ങോട്ട്, ഇത് എന്തിനടങ്ങിയ ഇഴപ്പിക്കുന്ന പടം അങ്ങനെയൊക്കെ. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു നോർമലായിട്ട് പോയി നിന്നു പയ്യെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡ് ഹാഫെങ്കിലും അടിപൊളിയാകുമായിരിക്കും വിചാരിച്ചു. ഫസ്റ്റ് ഹാഫ് ചുമ്മാ ലാഗായിരുന്നു, ഒരു ഇതും തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ഹൈ ആയുള്ളൂ, വേറെ ഒന്നുമില്ല. ഷമ്മിത്തിലിൻ്റെ കാര്യം പറഞ്ഞു. ഷമ്മിത്തിൽ മോനെ സീനായിരുന്നു. ഷമ്മിത്തിലിന് അടിപൊളിയായിരുന്നു. എന്നെ അഭിനയം ഉള്ളി. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു ഒരു സീനിൽ ഞാൻ കരഞ്ഞുപോയി ലാസ്റ്റ്. അത് അതിൻ്റെ എന്തോ ഞാൻ അത് വിഷമിച്ചു പോയി. പുള്ളിയുടെ അഭിനയം കൊണ്ട് മാത്രം ഞങ്ങൾ വിഷമിച്ചു പോയി നല്ലോണം. അല്ലാണ്ട് വേറൊന്നുമല്ല. അത് അത്രയും പുള്ളി അത് ചന്ദനം മുറിച്ചുകൊണ്ട് അതൊന്നും പറയാനില്ല. ഓക്കെ, അങ്ങനെ ഒരു സ്പോയിലായിപ്പോൾ. ഓക്കെ, അങ്ങനെ പറഞ്ഞ് അത് അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സിനോട് പടം എത്തിയപ്പോൾ കുറച്ച് പടം പൊങ്ങി. ഒന്ന് ഹൈ ആയത് അവിടെയാണ്. അതുവരെ ഞങ്ങളിങ്ങനെ ഡൗണായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും പൊളിച്ചു പൊളിച്ചു വെച്ചാൽ അങ്ങേറ്റം കിടിലൻ പീക്ക് ക്ലൈമാക്സ് ഒന്നുമല്ല. നമ്മൾ അത്രയും നേരം ഡൗൺ ആയിരുന്നു, കുറച്ചെങ്കിലും ഹൈ ആയി തോന്നിയത് അപ്പോഴും മാത്രമാണ് തോന്നിയത്. അതൊരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു, ഫൈറ്റൊക്കെ നൈസായിരുന്നു. അത് തകർപ്പനായിരുന്നു. തിയേറ്ററൊക്കെ കിടന്നിങ്ങനെ ഒച്ചയുണ്ടാക്കി വിഷയമായിരുന്നു അത്. അങ്ങനെ പിന്നെ തിയേറ്റർ കാണാനുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. സത്യം പറഞ്ഞ തിയേറ്ററിൽ പോയി കാണാനൊന്നും ഇല്ല. അങ്ങനെ നോർമലി നമുക്ക് OTT വന്നാൽ കാണാം, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് തോന്നിയുള്ളൂ അത്രയും. പിന്നെയൊക്കെ എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ നോർമൽ പടം, അല്ലാതെ വലിയ സീനായിട്ടൊന്നുമില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവർ തന്നെ കുറച്ച് ഡൗൺ ആയിട്ടാണ്. മുഖത്തൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അത് മുഖത്ത് പൃഥ്വിരാജ് മേത്തൊക്കെ കുറച്ച് കറുപ്പ് കുത്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഓക്കെ, കുഴപ്പമില്ല. ആവറേജ് ഒരു പടം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ റിവ്യൂ. എന്താ പറയാനുണ്ടോ? അതെ, കാശുള്ളവർക്ക് പോയി കാണാം, സമയമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ ഓക്കെ, അതാണ് ഞങ്ങളുടെ റിവ്യൂ. ഓക്കെ, ബൈ.